ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കേളി ഹെയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ വേവി ഹെയർ പഠിച്ചു, അതുപോലെ സ്ട്രെയിറ്റ് ഹെയറും പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി കേളി ഹെയർ ആണ് ബാക്കിയുള്ളത്. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. ഇത് ഞാൻ പഠിച്ച രീതിയിലാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങളുടെ റെക്കോർഡിൽ എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കേളി ഹെയർ നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. അപ്പോൾ അത് എന്ന് വെച്ചപ്പോൾ വാട്ടർ കളറിൽ ചെയ്യുന്നവരുണ്ട്, പെൻസിലിൽ ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാൻ വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പഠിച്ച രീതിയിലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ വരയ്ക്കുകയാണേ, എന്നിട്ട് എൻ്റെ മേലെ കളർ ചെയ്യാം. സോ ഞാനിവിടെ ഈ കളർ പെൻസിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ മുൻപ് പറയുന്ന പോലെ തന്നെ ഓരോന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താണ് വേണ്ട രീതിയിൽ, ഇപ്പം ആദ്യം തന്നെ ഞാൻ തീരുമാനിക്കാറില്ല ഏതൊക്കെ പെൻസിലാണ് യൂസ് ചെയ്യുക, അങ്ങനെയൊന്നും ഞാൻ തീരുമാനിക്കലില്ല. കുറച്ച് പെൻസിൽസ് കയ്യിൽ കരുതും ഏകദേശം. എന്നിട്ട് വരച്ച് വരുമ്പം ഇപ്പോൾ കുറച്ച് ബ്രൗണിഷ് ആക്കണം തോന്നുകയാണെങ്കിൽ അപ്പം ഞാൻ അതിൻ്റെ മേലെ ആക്കും. ഇനി കുറച്ച് റെഡിഷ് ആക്കണം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ബേസ് കളറ് ചെയ്യണം. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഒന്നും നോക്കേണ്ട, ജസ്റ്റ് ഇതിൽ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് കളർ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് പെൻസിൽ കൊണ്ട് മൊത്തം കൊടുക്കുക, എന്നിട്ട് ബ്രഷ് പെൻ വെച്ചിട്ട് ഫുള്ള് ബ്ലെൻഡ് ചെയ്യുക. ഇതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലെ റഫായിട്ടൊരു പേപ്പർ വെക്കും. എന്നിട്ട് അതിൽ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഫെയറിൽ ചെയ്യാറ് കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ കേളി ഹെയർ ചെയ്യുമ്പോൾ നമ്മളിതാ ഇങ്ങനത്തെ ഒരു ഇതാണ് വരയ്ക്കുക. നമ്മൾ മലയാളത്തിൽ റാ എഴുതൂലേ, ഇതുപോലെ നാറ, എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ കേളി ഹെയർ. ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ അടുപ്പിച്ച് ചെയ്യുക. എന്നിട്ട് ഓക്കെ, ഈ ഒരു രീതിയിൽ അതിങ്ങനെ സ്പ്രിങ് പോലെ നമ്മൾ തീരെ സ്പേസ് കാണാത്ത രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേളി ഹെയർ ചെയ്യുക. അപ്പോൾ അത് വലിയ ഹെയറിൽ ചെയ്ത് വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ പേടിക്കണ്ട കേട്ടോ. കാണുമ്പോൾ ആദ്യമൊക്കെ ഒരു പേടി തോന്നും, പക്ഷെ പേടിക്കാതെ അങ്ങ് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് പോലെയാണ് കൊടുക്കുന്നത്. കേളി ഹെയറിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേളി ഹെയർ ഒരിക്കലും ഒരേ ലെവലിലായിരിക്കില്ല ഹെയർ. ഇതിപ്പോൾ ഇത്രയാണെങ്കിൽ ഇതിപ്പം
അതിനേക്കാളും ഷോർട്ടായിരിക്കും. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ അടുത്ത ലെയർ എന്താക്കുക, കുറച്ചും കൂടെ ലോങ് ആക്കുക. അങ്ങനെ ഒരു കേളി എന്ന് പറയുമ്പോൾ അതല്ലേ, എല്ലാം ഇങ്ങനെ സ്പ്രിങ് ആയിട്ടല്ലേ നിൽക്കുക. അപ്പോൾ ചിലത് നല്ല നീളം ഉണ്ടാവും, ചിലത് പക്ഷെ എന്തായിരിക്കും, ഷോർട്ടായിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നല്ല നീളത്തിൽ ഞാൻ വരച്ചു. അടുത്തത് എന്താക്കുക, അതിൻ്റെ അത്ര വേണ്ട, അപ്പോൾ ഷോർട്ടാക്കുക. ഇത്ര ആക്കി. ഓക്കെ. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊക്കെ എന്താക്കുക, സ്പേസ് ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ കൊടുക്കുക, അടുപ്പിച്ചടുപ്പിച്ച്. ഇപ്പം ഇത് ഞാൻ ലെങ്തി ആയിട്ട് കൊടുത്തു അല്ലേ.
അപ്പോൾ ഇതാണ് നമ്മുടെ കേളി ഹെയർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വേറെ രീതിയിൽ ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ ആ രീതി നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ പ്രൊക്രിയേറ്റ് മാത്രം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണിത്. പിന്നെ പലരും പറഞ്ഞു ഫാഷൻ ഇല്ലസ്ട്രേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പലരുടെയും അഭിപ്രായം വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതണു. അപ്പം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും, അതെനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഒരു എന്താ പറയുക, ഒരു എനർജി ഉണ്ടാവുള്ളൂ, ഒരു ബൂസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊരു ഫ്യൂവൽ പോലെയാണ് എനിക്ക്. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.